CPI മന്ത്രിമാർക്കെതിരെ കടുത്ത വിമർശനവുമായി CPI ഇടുക്കി ജില്ലാ കൗൺസിൽ 4 മന്ത്രിമാരും പരാജയമെന്നും അവരുടെ വകുപ്പുകളിൽ ശ്രദ്ധിക്കുന്നില്ലെന്നും ആരോപണം. സർക്കാർ ജനങ്ങളിൽ നിന്ന് അകന്നതാണ് പരാജയ കാരണമെന്നും വിമർശനം. കേരള കോൺഗ്രസിനെതിരെയും പരാതി ഉന്നയിച്ച് CPI ഇടുക്കി ജില്ലാ കൗൺസിൽ. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയമാണോ ഇത്രയും രൂക്ഷമായ ഒരു വിമർശനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്? ആരാണ് പ്രധാനമായും ഈ ആരോപണങ്ങൾ ജില്ലാ കൗൺസിലിൽ ഉയർത്തിയത്? നിശ്ചയമായും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഭാഗമെന്നോണമാണ് ഇന്ന് CPIയുടെ ഇടുക്കി ജില്ലാ കൗൺസിൽ ചേർന്നത്. മറ്റ് ജില്ലകളിലെ ജില്ലാ കൗൺസിൽ ചേർന്നപ്പോഴും സമാനമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു വിമർശനം തന്നെയാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി പറയുന്നത് സർക്കാർ ജനങ്ങളിൽ നിന്ന് അകന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയ കാരണം എന്നുള്ളതാണ് ജില്ലാ കൗൺസിലിൽ വിമർശനം ഉയർന്നത്. അതോടൊപ്പം തന്നെ CPIയുടെ മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനം പല ജില്ലാ കൗൺസിൽ അംഗങ്ങളും നടത്തിയിട്ടുണ്ട്. 4 മന്ത്രിമാരും പരാജയം എന്ന നിലയിലാണ് ആ വിമർശനമുള്ളത്. ആ 4 മന്ത്രിമാരും ഈ വകുപ്പുകളിൽ ശ്രദ്ധിക്കാത്തത് വലിയ തോതിൽ ദോഷം ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിലും CPI ജില്ലാ കൗൺസിൽ അംഗങ്ങൾ പറയുന്നു. ഈ CPI നേതാക്കളായിട്ടുള്ള ആളുകൾ മറ്റ് ആളുകളിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എന്ത് മറുപടിയാണ് നൽകേണ്ടതെന്ന ചോദ്യവും അവർ ഈ ജില്ലാ കൗൺസിലിൽ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ധനവകുപ്പിൽ നിന്ന് പണം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം CPI ജില്ലാ കൗൺസിലിൽ ഉയർത്തിയിട്ടുണ്ട്. അത് മന്ത്രിമാരുടെ കഴിവുകേട് കൊണ്ടാണോ അതോ ധനവകുപ്പിൽ നിന്ന് പണം CPI മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാത്രം ലഭിക്കാത്തതാണോ കാരണം എന്നുള്ള ഒരു വിമർശനം, അത്തരമൊരു ചോദ്യവും ഈ ജില്ലാ കൗൺസിലിൽ ഉന്നയിക്കപ്പെട്ടു. തൊടുപുഴയിൽ നിന്നുള്ള ചില ജില്ലാ കൗൺസിൽ അംഗങ്ങളാണ് അത്തരമൊരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിലെ ഒരു പ്രധാന കാരണമായി കൗൺസിലിൽ വിമർശനം വന്നത് ഇടുക്കിയിലെ നിലനിൽക്കുന്ന ഭൂപ്രശ്നങ്ങളാണ്. ഈ ഭൂപ്രശ്നങ്ങളിൽ സ്ഥായിയായ ഒരു പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ഇത്തരത്തിലുള്ള പരാജയങ്ങൾ ഇനിയും നമ്മൾ വഴിയെ കാത്തിരിക്കണമെന്ന തരത്തിലാണ് CPIയുടെ ചില ജില്ലാ കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിന് അമിത പ്രാധാന്യം മുന്നണിയിൽ നൽകുന്നു എന്നുള്ള വിമർശനവും ജില്ലാ കൗൺസിലിൽ CPI അംഗങ്ങൾ ഉയർത്തുന്നുണ്ട്. കാരണം റോഷി അഗസ്റ്റിൻ മന്ത്രിയുടെ തട്ടകമായ ഇടുക്കിയിൽ പോലും വലിയ തോതിൽ UDFന് ലീഡ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എവിടെ പോയി കേരള കോൺഗ്രസിന്റെ ശക്തി എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ഇതൊന്നും കാണാതെയാണോ മുന്നണിയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള രൂക്ഷമായ വിമർശനവും കേരള കോൺഗ്രസിനെതിരെ ജില്ലാ കൗൺസിലിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PP സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതിനെയും ഒരു അംഗം വിമർശിച്ചിട്ടുണ്ട്. അതിന് അർഹതയുള്ളത് ആനി രാജയായിരുന്നു. ആനി രാജ രാഹുൽ ഗാന്ധിയോട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും ആനി രാജയ്ക്ക് അത് ആ സീറ്റ് നൽകേണ്ടിയിരുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനവും ജില്ലാ കൗൺസിലിൽ ഉയർന്നിട്ടുണ്ട്. നിശ്ചിതമായ വിമർശനമാണ് CPI മന്ത്രിമാർക്കെതിരെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ചില പ്രവർത്തനങ്ങൾക്കെതിരെയും ഇടുക്കി CPIയുടെ ജില്ലാ കൗൺസിലിൽ ഉണ്ടായിട്ടുള്ളത്. ഇടുക്കി CPI ജില്ലാ കൗൺസിലിൽ മന്ത്രിമാർക്കെതിരെ CPI മന്ത്രിമാർക്കെതിരെ അതിരൂക്ഷ വിമർശനം. ആൽവിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.